വീട്ടിലിരുന്നുകൊണ്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള നമ്പർ 1 ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് SPO ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങളുടെ പക്കലുള്ള സോഷ്യൽ മീഡിയ ആപ്പായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഷെയർ ചാറ്റ് അതുവഴി നമുക്ക് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. മോർ ഡീറ്റെയിൽസിന് ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ கான்டாக்ட் பண்ணுங்க. பெரிய தினம் ₹300 சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் ₹300 சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ள முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன் கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ സോയ ചങ്ക്സ്. ഞാനിവിടെ ചെറിയ സോയ ചങ്ക്സ് എടുത്തേക്കുന്നത്. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നതാണ് ഈ സോയ ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന റെസിപ്പി. ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ സോയ ചങ്ക്സ് ആണ്. ഇത് ഞാൻ ആദ്യം കുതിരാൻ വയ്ക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളത്തിലാണ് ഞാൻ കുതിരാൻ വയ്ക്കുന്നത്. ഒരു അരമണിക്കൂർ നമ്മൾ കുതിരാൻ വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പേസ്റ്റ് എടുക്കുന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഒരു 2 തക്കാളി, ചെറിയ തക്കാളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ. ഉരുളക്കിഴങ്ങിട്ട് ഈ സോയ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഈ സോയ ചങ്ക്സിൻ്റെ കറിക്കകത്ത് ഉരുളക്കിഴങ്ങ് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും സോയ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി പൊട്ടറ്റോ ചേർക്കുന്നത്. ഇനി അതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചവെള്ളത്തിലാണല്ലോ അത് കുതിർത്ത് വെച്ചത്. ഇനി കുറച്ച് നന്നായിട്ട് കിടന്ന് തിളച്ച് വെന്ത് വരണം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്രേവി പോലെ ആക്കിയിട്ടില്ല, ഞാൻ ഇത്തരത്തിലാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതാകുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാവും. ഈ ഗ്രേവി ആകുമ്പോൾ സോയ ചങ്ക്സിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് മാറും. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.